മാന്യ പ്രേക്ഷകർക്ക് ഇലഞ്ഞൂർ ബ്ലോഗിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ കാണാൻ പോകുന്ന വീഡിയോ കുരുമുളക് തറയിൽ വളർത്തി ഇരട്ടി വിളവെടുക്കാം, ഒപ്പം മറ്റൊരു ലാഭം കൂടിയുണ്ട്. ആ കാര്യങ്ങളാണ്. അപ്പോൾ കൃഷിയെയും നമ്മുടെ ചുറ്റുമുള്ള പച്ചമരുന്നുകളെയും പറ്റി അറിയാനും ആ അറിവ് മറ്റുള്ളവരിലേക്ക് എത്തിക്കാനും എല്ലാവർക്കും താല്പര്യം കാണും എന്ന് ഞാൻ വിശ്വസിക്കുന്നു, പ്രത്യേകിച്ചും ഇലഞ്ഞൂർ ബ്ലോഗിൻ്റെ പ്രേക്ഷകർക്ക്. അപ്പം ഇലഞ്ഞൂർ ബ്ലോഗിൻ്റെ എല്ലാ പ്രേക്ഷകർക്കും ഞാൻ ആദ്യമായി നന്ദി അറിയിക്കുന്നു. ഒപ്പം ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നതെങ്കിൽ ഞങ്ങളുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഒപ്പം ഇതിൻ്റെ ബെല്ലൈക്കൺ അമർത്തുകയാണെങ്കിൽ ഞങ്ങളിടുന്ന വീഡിയോകൾ അപ്പോഴപ്പോഴും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. നമുക്കപ്പോൾ തറയിൽ കുരുമുളക് വളർത്തി എങ്ങനെ നേട്ടങ്ങൾ കൈവരിക്കാം എന്ന് നമുക്ക് ഒന്ന് ചർച്ച ചെയ്യാം. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളാണ് ഞാനിവിടെ നമ്മുടെ പ്രിയപ്പെട്ട പ്രേക്ഷകരുമായി പങ്കുവയ്ക്കുന്നത്. അപ്പോൾ നിങ്ങൾ കണ്ടു, ഇതാണ് തറയിൽ വളർത്തിയിട്ടുള്ള ഒരു കുരുമുളക്. ഇത് പന്നിയൂർ 1 എന്ന് പറയുന്ന ഇനത്തിൽപ്പെട്ട കുരുമുളകാണ്. അപ്പോൾ അതിവിടെ തറയിൽ പടർത്തേണ്ട കാര്യം, ഇവിടെ യഥേഷ്ടം വെയിലും സൂര്യപ്രകാശവും കിട്ടും. പിന്നെ അത്യാവശ്യം കഠിനമായ ഉണക്ക് വരുമ്പോൾ ജലസേചനം നടത്താനുമുള്ള സൗകര്യമുണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനെ ഇവിടെ പന്നിയൂർ 1 നട്ടത്. പന്നിയൂർ 1 നല്ല സൂര്യപ്രകാശം ഒപ്പം ചൂടും ലഭിച്ചെങ്കിൽ മാത്രമേ നല്ല വിളവ് ലഭിക്കത്തുള്ളൂ എന്ന കാര്യം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇങ്ങനെ തറയിൽ വളർത്തി നമുക്ക് രണ്ട് ലാഭം ഉണ്ടാക്കാം. ഒന്ന്, അപ്പോൾ ഈ തറയിൽ പടർത്തി നമ്മൾ കുരുമുളക് സംരക്ഷിക്കുമ്പോൾ അല്ലെങ്കിൽ കൃഷി ചെയ്യുമ്പോൾ നമുക്ക് രണ്ട് തരത്തിലുള്ള ലാഭം ഉണ്ടാക്കാം. ഒന്ന്, ഇപ്പോൾ ഇത് മുളക് ധാരാളമായിട്ട് മുളക് കായ്ക്കും, ധാരാളം കായ്ക്കും. എന്നാൽ കുറ്റിക്കുരുമുളകിൻ്റെ ഒരു പോരായ്മ എന്ന് പറഞ്ഞാൽ, കുറ്റിക്കുരുമുളക് ദിവസവും തിരിയൊക്കെ വീണ് കായ്ഫലം ഉണ്ടാവുമെങ്കിലും അതിൽ നിന്നും കിട്ടുന്ന ഉൽപ്പാദനത്തിന് ഒരു പരിധിയുണ്ട്. നമ്മൾ എത്ര നല്ല രീതിയിൽ സംരക്ഷിച്ചാലും അതിൻ്റെ ഉൽപ്പാദനത്തിന് ഒരു പരിധിയുണ്ട്. തന്നെയല്ല, ഒട്ടും തന്നെ വെയിലിനെ അതിജീവിക്കാൻ, ചൂടിനെ അതിജീവിക്കാനുള്ള കഴിവ് കുറ്റിക്കുരുമുളകില്ല. അപ്പം ആ ഒരു രീതി പരിഹരിക്കാൻ ഉള്ള ഒരു മാർഗ്ഗമാണ് ഞാനിപ്പോൾ പറയുന്നത്. കാരണം ഇപ്പോഴധികം പേർക്കും വലിയ മരങ്ങൾ, വൃക്ഷങ്ങൾ നമ്മുടെ പുരയിടങ്ങളിലെല്ലാം സ്ഥലവിസ്തൃതി കുറഞ്ഞു വരുവാണ്. പിന്നെ താങ്ങുകാൽ കൊടുത്ത് വളർത്താനുള്ള സൗകര്യങ്ങളില്ല. വാടകയ്ക്ക് താമസിക്കുക, ഫ്ലാറ്റിൽ താമസിക്കുക, അതുപോലെ തന്നെ വീട് കഴിഞ്ഞാൽ പിന്നെ വലിയ സ്ഥലങ്ങളില്ല, കുറച്ച് 2, 3, 4 സെൻറ്റ് വസ്തുക്കളേ ഉള്ളൂ. ഇങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങൾ. അതുകൊണ്ടാണ് കുറ്റിക്കുരുമുളകിൻ്റെ പ്രചാരണം കിട്ടിക്കൊണ്ടിരിക്കുന്നത്. എന്നാലും കുറ്റിക്കുരുമുളകിൻ്റെ പരിചരണവും ഒപ്പം ആ മുളക് ശേഖരണവും നമുക്ക് വളരെ ബുദ്ധിമുട്ടാണ്. കാരണം പഴുക്കുമ്പോഴെല്ലാം തന്നെ അത് പറിക്കണം. ചിലപ്പോൾ മഴയത്തായിരിക്കും പഴുക്കുന്നത്, ചിലപ്പം ഉണക്കത്തായിരിക്കും. അതെല്ലാം പറിച്ചെടുത്ത് ഉണങ്ങി സൂക്ഷിച്ചെങ്കിലേ പറ്റൂ. പിന്നെ ഇതൊന്നും സൗകര്യമില്ലാത്തവർക്ക് അത് നല്ലതുമാണ്. കാരണം പച്ചയ്ക്ക് കുരുമുളക് പറിച്ച് കറികളിലൊക്കെ ചേർക്കാനും മീനും ഒക്കെ വറുത്തെടുക്കാനും ഒക്കെ ഈ പച്ചക്കുരുമുളക് നമുക്ക് ഉപയോഗിക്കാം, ചമ്മന്തിയായിട്ടൊക്കെ ഉപയോഗിക്കാം. എന്തുകൊണ്ടും രണ്ട് കൃഷിയും ഉത്തമമാണെങ്കിലും കുറ്റിക്കുരുമുളകിനെക്കാട്ടിലും ഒരല്പം സ്ഥലമുള്ളവർക്ക് നമ്മുടെ ഈ ത്രിടിൽ കേന്ദ്രീകരിച്ച് ഇങ്ങനെ വളർത്തിയെടുക്കാം. ഇങ്ങനെ വളർത്തിയെടുക്കാൻ നമ്മൾ ചെയ്യേണ്ടത്, ഒരു മുളക് തൈ, അത് വള്ളിക്കുരുമുളകിൻ്റെ ഒരു തൈ വാങ്ങിക്കുക, അത് നല്ല രീതിയിൽ നട്ട് കാണിക്കുക. ആ വള്ളിക്കുരുമുളകിൻ്റെ തൈ നടുന്ന രീതി നമ്മളൊരു വീഡിയോ ഇട്ടിട്ടുണ്ട്. അപ്പം വീണ്ടും ആർക്കെങ്കിലും അത് കാണണമെന്നുണ്ടെങ്കിൽ ഒരു കമൻറ്റ് ചെയ്താൽ അതിൻ്റെ വീഡിയോ ഇടുന്നതാണ്. അപ്പം ഇങ്ങനെ നടാൻ സൂര്യപ്രകാശവും ചൂടും കിട്ടുന്നിടത്ത് ഏറ്റവും നല്ല പന്നിയൂർ 1. പന്നിയൂർ 1ൻ്റെ ഒരു നേട്ടം എന്ന് പറഞ്ഞാൽ, അത് വലിയ നീളമുള്ള തിരിയിൽ ധാരാളം മണികളുണ്ട്. ഏതാണ്ട് ഒരു തിരിയിൽ കിട്ടുന്ന മുളകിനം തന്നെ 100 ഗ്രാമോളം, 100-150 ഗ്രാം പച്ചമുളകുണ്ട്. അത് ഉണങ്ങുന്ന എങ്ങനെയായാലും ഒരു 50 ഗ്രാം പച്ചമുളക് വരും, നല്ല രീതിയിൽ സംരക്ഷിച്ചാൽ. അപ്പോൾ അതുകൊണ്ടാണ് ഇവിടെ പന്നിയൂർ 1 നമ്മൾ നട്ടത്. അപ്പോൾ ഇതിൻ്റെ മുളക് പിടിക്കുന്നു. അപ്പം നമ്മൾ പറിച്ചെടുക്കാൻ ഒരു പാടുമില്ല, തറയിലായി കിടക്കുന്നത്. പിന്നെ മറ്റൊന്ന്, ഇതിന് വള്ളി ഉണ്ടാവും. ഇതേപോലെയുള്ള വള്ളി ധാരാളമായിട്ടുണ്ടാവും. ഈ വള്ളി നമുക്ക് മുറിച്ചെടുത്ത് ഇത് പുതിയ വിത്തുകളാക്കി, അതായത് പുതിയ തൈകളാക്കി മാറ്റാം. ചെറിയ കവറിനകത്ത് പുതിയ തൈകളാക്കി മാറ്റാം. അതിൻ്റെ ഒരു വീഡിയോ നമ്മൾ പിന്നീട് ഇടുന്നതാണ്. അങ്ങനെ തൈകളാക്കി മാറ്റിയാൽ പന്നിയൂർ 1 എൻ്റെ മുളക് തൈക്ക് വൻ ഡിമാൻഡാണുള്ളത്. വള്ളിക്കുരുമുളകിൻ്റെ വൻ ഡിമാൻഡാണ്. അപ്പം ആ മുളക് ഇപ്പം ഇതിന് 30 രൂപ നേഴ്സറി വിലയുണ്ടെങ്കിൽ നമ്മളൊരല്പം വില കുറച്ച് കൊടുക്കുകയാണെങ്കിൽ അത് നല്ല രീതിയിൽ വിറ്റഴിക്കും. പിന്നെ നല്ല മാതൃസസ്യത്തിൻ്റെ വള്ളികളിൽ നിന്ന് മാത്രമേ നമ്മൾ വിത്ത്
ഉണ്ടാക്കാവൂ. അത് നിർബന്ധമാണ്. കർഷകൻ എന്ന് പറയുന്ന ഒന്നേ അത് ആത്മീയതയാണ്, ഒരു സംസ്കാരമാണ്. ഒരിക്കലും അതിനകത്ത് ചതി, വഞ്ചന, അസൂയ, പക, വിദ്വേഷം, വെറുപ്പ് ഇതൊന്നും ഉണ്ടാവാൻ പാടില്ല. കാരണം സൂര്യൻ ആണ് ലോകത്തിലെ ഏറ്റവും വലിയ അന്നദാതാവ് എന്ന് പറയുന്നത്. സൂര്യൻ്റെ ഊർജ്ജത്തിൽ നിന്നാണ് ഈ ലോകത്തിലെ സകല ജീവനുള്ളവയും നിലനിന്ന് പോരുന്നത് എന്ന കാര്യം തർക്കമറ്റ സംഗതിയാണ്. അത് കഴിഞ്ഞാൽ പിന്നീട് കർഷകനാണ്, കൃഷി ചെയ്യുന്നയാളാണ്, പിന്നീട് കർഷക തൊഴിലാളിയാണ്. ഇവർ മൂന്നുമാനും ആണ് ഈ പ്രപഞ്ചത്തിൻ്റെ ജീവജാലങ്ങളുടെ നിലനിൽപ്പിൻ്റെ അടിസ്ഥാന ഘടകം എന്നുള്ളത് സത്യം തന്നെയാണ്. അപ്പോൾ ഈ ജോലി ചെയ്യുന്ന കൃഷിക്കാരും അതുപോലെ തന്നെ കർഷക തൊഴിലാളികളും അപ്പോൾ അവർ ചെയ്യുന്ന ധർമ്മം അത് ഒരു ഭയങ്കരമാണ്, ആത്മീയത നിറഞ്ഞതാണ്. ഏറ്റവും കൂടുതൽ ഈശ്വരാനുഗ്രഹം ലഭിക്കുന്ന വിഭാഗങ്ങളാണ് കർഷകരും കർഷക തൊഴിലാളികളും. ഈ വിവരം കർഷകരും കർഷക തൊഴിലാളികളും മനസ്സിലാക്കണം. നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, ഈശ്വരനോട് ഏറ്റവും അടുപ്പമുള്ളവർക്ക് എപ്പോഴും കഷ്ടപ്പാടുകളും ദുരിതങ്ങളുമായിരിക്കും എന്നാണ് ഒരു ഗുരു എന്നോട് പറഞ്ഞിട്ടുള്ളത്. അപ്പം അത് സത്യമാണ്. അതേപോലെ തന്നെ കർഷകരുടെ പ്രയാസങ്ങൾ, കാര്യങ്ങൾ സുഖകരമായി നടന്നു പോകുമെങ്കിലും വലിയ സാമ്പത്തിക നേട്ടങ്ങളൊന്നും ഉണ്ടാക്കാനൊക്കാത്തതിന് കാരണം മനസ്സിലാക്കേണ്ടത് അവൻ അന്നദാതാവാണ്. ആ അന്നദാതാവിന് അങ്ങനെ വേണം എന്നാണ് ഒരു പക്ഷേ ഈശ്വരൻ നമ്മളോട് പറയുന്നത്. അപ്പം ഇനി നമുക്ക് മറ്റു കാര്യങ്ങളിലേക്ക് നടക്കാം. അപ്പോൾ ഇതിന് വളമിടണം. എല്ലാ വർഷവും 2 തവണ ഈ വള്ളിക്കുരുമുളക് നമ്മൾ വളമിട്ട് കൊടുക്കണം. അതിന് നമ്മൾ ചെയ്യേണ്ടത് ഇതിൻ്റെ ചുവട് ചെറുതായിട്ടൊന്ന് മാന്തി കൊടുക്കണം. അപ്പോൾ നമ്മൾ ഈ മുളക് പൊടി ചുവട് മാന്തുമ്പം ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാരണം എന്ന് വെച്ചാൽ മുളക് പൊടിയുടെ വേറെ ഒരു കാരണവശാലും യാതൊരു കുഴപ്പവും ഉണ്ടാകരുത്. ആ രീതിയിൽ വേണം നമ്മൾ ഒന്ന് മാന്തി കൊടുക്കാൻ. ചെറിയ രീതിയിൽ വളരെ ശ്രദ്ധിച്ച് ചെയ്യേണ്ട ഒരു കാര്യമാണ് മുളകിൻ്റെ ഈ ചുവട് ഒന്ന് ഇളക്കുന്നത്. ചുവട് ഇളക്കിയിടണം, ഇല്ലെങ്കിൽ കാടും അതുപോലെ തന്നെ നമ്മൾ ഇടുന്ന ഈ വളങ്ങളൊന്നും എത്തിപ്പിടിക്കത്തില്ല. ചുവട് ഇളക്കി കൊടുക്കണം, അത് അത്യാവശ്യമാണ്. ഇപ്പോൾ ചുവട് ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഈ നമ്മൾ ഇതിൻ്റെ വളപ്രയോഗം എന്ന് പറയുമ്പോൾ നമ്മൾ ആദ്യമായിട്ട് ഇട്ട് കൊടുക്കുന്നത് അതുകൊണ്ട് ഇത്രയും ഇത് കമ്പോസ്റ്റ് വളമാണ്. ഇത്രയും വളം നമ്മൾ ഒന്ന് ഇട്ട് കൊടുക്കുകയാണ്. കമ്പോസ്റ്റ് വളം. പിന്നീട് നമ്മൾ ഇട്ട് കൊടുക്കുന്നത് എല്ലുപൊടിയാണ്. എല്ലുപൊടി എല്ലാ കൃഷികൾക്കും കൊടുക്കാൻ നല്ലതാണ്. ഒരു കാരണവശാലും എല്ലുപൊടി ഇടാതിരിക്കരുത്. എല്ലാ കൃഷികൾക്കും നമുക്ക് എല്ലുപൊടി ഇടാം. നിയന്ത്രിത അളവിലെ വളപ്രയോഗം നടത്താവൂ എന്ന് മാത്രം. ഇനി വേപ്പിൻ പിണ്ണാക്കാണ്. കാരണം നമുക്കറിയാം ഈ പന്നിയൂർ മണ്ണ് പോലെയുള്ള കുരുമുളകിന് വളരെ പെട്ടെന്ന് രോഗകീടബാധ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ വേപ്പിൻ പിണ്ണാക്ക് കൃത്യമായിട്ട് നമ്മൾ ഇട്ട് കൊടുക്കണം. ഒരു തരത്തിലും വേപ്പിൻ പിണ്ണാക്ക് ഇടാതിരിക്കരുത്. നാടൻ കുരുമുളക് ഒരു പക്ഷേ ഇട്ടില്ലെങ്കിൽ പോലും നമ്മൾ ഇത്തരത്തിൽ ഉള്ള കുരുമുളകുകൾക്ക് വേപ്പിൻ പിണ്ണാക്ക് ഇട്ട് കൊടുക്കണം. അതുപോലെ തന്നെ കടലപ്പിണ്ണാക്ക് ഇടുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം നമ്മുടെ ഈ കുരുമുളക് ഉണ്ടാകുമ്പോൾ അതിന് തൂക്കം കൂടുതലാണ്. ഞാൻ മുമ്പേ പറഞ്ഞു, ഒരു തെരിയിൽ നിന്നും ഉണ്ടാകുന്ന പച്ചക്കുരുമുളക് 100 ഗ്രാമിലധികം വരുന്നുണ്ട്. അത് ആ 100 ഗ്രാമിലധികം എന്ന് വെച്ചാൽ 200 ഗ്രാം ആക്കാൻ കടലപ്പിണ്ണാക്ക് ഇട്ട് കൊടുത്താൽ മതി. അങ്ങനെ പറഞ്ഞ് ഉണങ്ങുന്നുണ്ടെങ്കിൽ ഒരു തൊത്ത് മുളക് ഉണങ്ങുന്നുണ്ടെങ്കിൽ 100 ഗ്രാം കിട്ടും. ഇപ്പോഴത്തെ വിലയനുസരിച്ച് നമുക്ക് 100 ഗ്രാം ഉണങ്ങിയ കുരുമുളക് 7 രൂപ 50 പൈസയാണ്. അപ്പം ഒന്ന് ആലോചിച്ച് നോക്കട്ടെ. അപ്പം 750 രൂപയാണ് കിലോയ്ക്ക് ഇപ്പോഴത്തെ വില. അപ്പോൾ ഇത് കുരുമുളക് കൃഷി കർഷകരെ സംബന്ധിച്ചോളം വളരെ ഒരു ലാഭകരമായ ഒരു ജോലിയാണ്. ഒരിക്കലും നല്ല രീതിയിൽ കൃഷി ചെയ്യുന്ന ഒരു കർഷകന് ജീവിതത്തിൽ പരാജയങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയില്ല. കൃഷി വിജയിക്കണമെങ്കിൽ നമ്മൾ ചെയ്യേണ്ട കാര്യം കൃഷിയെപ്പറ്റി നല്ലവണ്ണം പഠിക്കുക എന്നുള്ളതാണ്. അത് അറിവ് ഒരിടത്തും പൂർണ്ണമാവില്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അറിവ് ഒരിടത്തും പൂർണ്ണമാവില്ല. വിവിധങ്ങളായ അറിവുകൾ ശേഖരിക്കുക. അതെല്ലാം കൂടെ വെച്ചുകൊണ്ട് നമ്മൾ സ്വയം ഒന്ന് ചിന്തിച്ച് നമ്മൾ കൃഷി ചെയ്യുക. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ചാൽ ഈ വളം, നമ്മൾ വില കൊടുത്ത് മേടിക്കുന്ന വളങ്ങൾ, വില എന്ന് പറയുമ്പോൾ ഓരോ ആഴ്ചയിലും കർഷകർ വാങ്ങിക്കുന്ന വളത്തിന് വില കൂടിക്കൊണ്ടിരിക്കുകയാണ്. വില കൊടുത്ത് വാങ്ങിക്കുന്ന വളങ്ങൾ വളരെ നിയന്ത്രിതമായ അളവിലേ ഇടാവൂ. വില കൊടുക്കാതെ തന്നെ നമുക്ക് വാങ്ങിക്കാൻ കിട്ടുന്ന, നമുക്ക് തന്നെ ഉണ്ടാക്കാൻ കഴിയുന്ന ഒട്ടനവധി വളങ്ങളുണ്ട്. ഈ വളങ്ങളൊക്കെ നമ്മൾ പരമാവധി ഉപയോഗിക്കുക. അതാണ് നമ്മൾ ചെയ്യേണ്ടത്. എങ്കിലും എല്ലുപൊടി മേടിച്ചേ പറ്റൂ, അതുപോലെ തന്നെ കടലപ്പിണ്ണാക്ക് വാങ്ങിച്ചേ പറ്റൂ, വേപ്പിൻ പിണ്ണാക്ക് വാങ്ങിച്ചേ പറ്റൂ. അപ്പം ഇതൊക്കെ വാങ്ങിക്കുമ്പോൾ നിയന്ത്രിതമായ അളവിൽ മാത്രം ഇട്ടിട്ട് പച്ചില വളങ്ങളും നമ്മൾ തന്നെ ഉണ്ടാക്കുന്ന
കമ്പോസ്റ്റ് വളങ്ങളും അതുപോലെ തന്നെ ചാമ്പൽ കൊണ്ട് നമ്മൾ കമ്പോസ്റ്റ് വളം ഉണ്ടാക്കാൻ പറ്റും, ചാമ്പൽ. അപ്പോൾ ഈ രീതിയിലൊക്കെയുള്ള വളങ്ങൾ കൂടുതലായിട്ട് ഉപയോഗിക്കുക. പച്ചിലവളത്തിന് ഇപ്പം സമർത്ഥമായി പച്ചിലവളമുണ്ട്. ഇതൊക്കെ നമ്മൾ കൂടുതലായിട്ട് ഉപയോഗിക്കുക. അപ്പം ഇത് അറിഞ്ഞിരുന്നാൽ ഒരിക്കലും കൃഷി നഷ്ടമല്ല. പിന്നെ മറ്റൊന്ന്, ഒരു കാർഷിക ഉൽപ്പന്നത്തിന് ഒരു സമയത്ത് നല്ല വിലയാണെങ്കിൽ അത് കണ്ടുകൊണ്ട് ആ പ്രദേശത്തെ മുഴുവൻ കർഷകരും അല്ലെങ്കിൽ കേരളത്തിലെ മുഴുവൻ കർഷകരും അത് മാത്രം കൃഷി ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് വില ഇടിയും, പിന്നെ അത് വില കിട്ടത്തില്ല. അതുകൊണ്ട് മറ്റ് സംസ്ഥാനങ്ങളിലെ പോലെ തന്നെ ഒരാൾ ഒരു കാർഷിക ഉൽപ്പന്നം കൃഷി ചെയ്യുമ്പോൾ മറ്റൊരു കർഷകൻ മറ്റൊന്നിലേക്ക് കൃഷി ചെയ്യണം. അതല്ലെങ്കിൽ സമ്മിശ്രമായിട്ട് എല്ലാം കൂടി കുറേശ്ശെ കൃഷി ചെയ്യുന്ന ഒരു സംവിധാനം ഒപ്പിക്കണം. അതുപോലെ തന്നെ കൃഷിയെ സംബന്ധിച്ച് പഠിക്കുക. അതുപോലെ തന്നെ ഈ കാർഷിക ഉൽപ്പന്നങ്ങൾ എങ്ങനെ വിറ്റഴിക്കാൻ സാധിക്കും എന്നുള്ളതിനെപ്പറ്റി മനസ്സിലാക്കുക. ഏറ്റവും എളുപ്പവും ലാഭകരമായ രീതിയിൽ വിറ്റഴിക്കാനുള്ള കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി ചെയ്യുക. അങ്ങനെയൊക്കെയാണെങ്കിൽ കൃഷിയെപ്പോലെ നല്ലൊരു ഉപജീവന മാർഗം വേറെ ഒന്നുമില്ല. കാരണം കൃഷി ചെയ്യുന്ന ഒരാൾ ഒരു കുറ്റവും ചെയ്യുന്നില്ല, കുറ്റകൃത്യത്തിന് പോകേണ്ടതായ യാതൊരു കാര്യമില്ല. സ്വന്തമായ കൃഷിയാണെങ്കിൽ അദ്ദേഹത്തിന് അയാളുടെ സമയം ഫലപ്രദമായി ആവശ്യാനുസരണം ഉപയോഗിക്കുകയും മറ്റെല്ലാ കാര്യങ്ങൾക്കും സമയം കണ്ടെത്താനും സാധിക്കും. പ്രത്യേകിച്ചും ഇപ്പോൾ കുരുമുളക്, ഇഞ്ചി ഇതിനൊക്കെ നല്ല വിലയാണ്. കിഴങ്ങ് വർഗ്ഗങ്ങളായ കാച്ചിൽ, ചേന, കിഴങ്ങ് ഇതിനൊക്കെ നല്ല വിലയാണ്. അപ്പോൾ ഇതൊക്കെ ചെയ്യുമ്പോഴും മറ്റു ചില സാങ്കേതിക പ്രശ്നങ്ങളുണ്ട്. കീടങ്ങളുടെ ഉപദ്രവങ്ങൾ, അതുപോലെ തന്നെ വന്യമൃഗങ്ങളുടെ ഉപദ്രവങ്ങൾ. അപ്പോൾ ഇതൊക്കെ നമുക്ക് മറ്റൊരു വീഡിയോയിൽ ചർച്ച ചെയ്യാം. അപ്പോൾ നമുക്ക് ഇതിന് വളം ഇട്ട് കഴിഞ്ഞു. ഇനി നമുക്ക് ചെയ്യേണ്ടത്, ഇവിടെ മണ്ണ് ചിരണ്ട ഇടാനില്ലാത്തതുകൊണ്ട് കുറച്ച് മണ്ണ് നമുക്ക് എടുത്ത് നമ്മളിടാൻ പോവുകയാണ്. ഇപ്പം മണ്ണെടുത്തിട്ടു. ഇനി നമുക്ക് തോല് വെക്കണം. തോല് അത്യാവശ്യമാണ്. കാരണം പച്ചിലവളം എല്ലാ മുളക് പൊടികൾക്കും അത്യാവശ്യമാണ്. പച്ചിലവളം ഇപ്പം സമർത്ഥമായിട്ട് ലഭിക്കും. എല്ലായിടവും കാട് കയറിക്കെടുക്കുവാണ്. ഏത് പച്ചിലവളമായാലും മതി, ഇന്നത് വേണമെന്നില്ല. അപ്പം ഇത്രയും നമ്മൾ ചെയ്തു. ഇനി നമ്മൾ ചെയ്യുന്നത് അല്പം സൂഡോമോണസ് ലായനി ഇതിൻ്റെ ഇലകളിൽ തളിച്ചു കൊടുക്കണം. കാരണം രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, ഇതിൻ്റെ തിരികൾ പൊഴിയാതിരിക്കാനും, അതുപോലെ തന്നെ ഇത്രയും സൂഡോമോണസ് ലായനി ഈ പൊടി ദാണ്ട് ഇതിനകത്ത് വെള്ളമുണ്ട്, ആ വെള്ളത്തിനകത്ത് നമ്മൾ ഇടുവാണ്. വെള്ളത്തിനകത്തിട്ട് നല്ല ഭംഗിയായിട്ട് നമ്മൾ കലക്കണം. കഞ്ഞിവെള്ളം വേണ്ട, വെറും പച്ചവെള്ളത്തിൽ മതി. കാരണം ഇതിന് മറ്റ് അസുഖങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട്, രോഗങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് വെറും പച്ചവെള്ളത്തിൽ മതി. ഇത് ഇലകളിൽ തളിച്ചു കൊടുക്കുക. അല്പം ചുവട്ടിലും നമ്മൾ ഒളിച്ചു കൊടുക്കുക, ഇലകളിൽ തളിച്ചു കൊടുക്കുക. ഇനി നമ്മൾ ചെയ്യേണ്ടത്, ഇതിനകത്ത് നമ്മൾ ഇട്ടിരിക്കുന്ന എല്ലുപൊടി അങ്ങനെയൊക്കെ ഉള്ളത് കോഴികൾ തിന്നാനുള്ള സാധ്യതയുണ്ട്. കോഴികളെ വളർത്തുന്ന വീടുകൾ പലയിടത്തും ഉണ്ട്. നമ്മൾ സ്വന്തമായിട്ട് വളർത്തിയില്ലെങ്കിൽ അയലോക്കത്തെ കോഴികളൊക്കെ വരും. അത് നമ്മൾ കോഴികൾ ഒന്ന് ചെറുങ്ങി കളയാതിരിക്കാൻ ഇതേപോലെ ഓല മുറിച്ചിട്ട് ഇങ്ങനെ ഒന്ന് വെച്ച് കൊടുത്താൽ കോഴികളുടെ ഉപദ്രവം നമുക്ക് ഉണ്ടാകത്തില്ല. ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് വീട്ടാവശ്യമുള്ള മുളകും കഴിഞ്ഞ് തീർച്ചയായിട്ടും നല്ലൊരു തുകയ്ക്കുള്ള മുളക് വിൽക്കാനും സാധിക്കും. ഒരു പ്രയാസവുമില്ല. ആർക്ക് വേണമെങ്കിലും ചെയ്യാം. നടുന്നത് മുതൽ പിന്നെ പറിക്കുന്നവരെ ആരുടെയും സഹായമില്ലാതെ നമുക്ക് ചെയ്യാം. ഇലഞ്ഞൂർ ബ്ലോഗിൻ്റെ എല്ലാ പ്രേക്ഷകരും ഇത്തരത്തിൽ നിന്ന് ചെയ്തു നോക്കുന്ന വിധമായിരിക്കും. എല്ലാവർക്കും നന്ദി, നമസ്കാരം.